കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരി സഹോദരന്മാർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങൾ. ദൈവവചനത്തിലെ ധ്യാനത്തിനായിട്ട് നമുക്ക് മലാക്കിയുടെ പ്രവചനം, അതായത് പഴയ നിയമത്തിലെ ഒടുവിലത്തെ പുസ്തകം മലാക്കിയുടെ പുസ്തകം, അതിൻ്റെ 3-ാം അധ്യായം, അതിൻ്റെ 6-ാം വാക്യം നാം വായിക്കുന്നു. യഹോവയായ ഞാൻ മാറാത്തവൻ, അതുകൊണ്ട് യാക്കോബിൻ്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു. സ്വർഗത്തിലെ ദൈവം താൻ സ്നേഹിച്ച തൻ്റെ പ്രത്യേക താല്പര്യപ്രകാരം വീണ്ടെടുത്ത് പരിപാലിച്ച് കൊണ്ടുവന്ന യാക്കോബിൻ്റെ പുത്രന്മാരോടുള്ള ഒരു അനുഗ്രഹീതമായിരിക്കുന്ന സന്ദേശമാണ് ഈ വാക്യത്തിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്നത്. അതിനകത്തെ സന്ദേശം എന്ന് പറയുന്നത് ഏതൊരു കാലഘട്ടത്തിലും ജീവിക്കുന്ന വിശ്വാസ ജീവിതങ്ങൾക്ക് ആശ്വാസം നൽകുന്നതാണ്, ധൈര്യം പകരുന്നതാണ്, ക്രിസ്തീയ ജീവിതത്തെ ശക്തിയോടെ മുന്നേറുവാൻ പ്രചോദിപ്പിക്കുന്നതാണ്. ഇവിടെ അവരുടെ ദൈവത്തെക്കുറിച്ച് ദൈവം താൻ തന്നെ പറയുകയാണ്. അവരെക്കുറിച്ച് പറഞ്ഞാൽ, യാക്കോബിൻ്റെ പുത്രന്മാരെക്കുറിച്ച് പറഞ്ഞാൽ, അവരെയാണ് ഇസ്രായേൽ എന്ന് നാം വിളിക്കുന്നത്. ദൈവം തനിക്ക് വേണ്ടി വേർതിരിച്ച സ്വന്തം ജനമാണ്. ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠജാതി ഏതുള്ളൂ? അപ്പോൾ ദൈവം ഒരു ജാതിയോട് അടുത്തിരുന്നിട്ടുണ്ടെങ്കിൽ, ഒരു ജാതിയെ വീണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു ജാതിയെ രാജോചിതമായിട്ട് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഈ യാക്കോബിൻ്റെ പുത്രന്മാരാണ്. അവരെ പലപ്പോഴും ദൈവം കഠിനമായി ശാസിച്ചിട്ടുണ്ട്, കഠിനമായി ശിക്ഷിച്ചിട്ടുണ്ട്, അവരെ ധാരാളമായി പോറ്റി പുലർത്തിയിട്ടുണ്ട്. ഒരു കാര്യം നമുക്കറിയാം, പോറ്റി പുലർത്തുന്ന കൈക്ക് ശിക്ഷിക്കാനായിട്ടുള്ള അവകാശമുണ്ട്. ഒരു അപ്പൻ മക്കളെ ശിക്ഷിക്കുന്നത് പോലെ യാക്കോബിൻ്റെ പുത്രന്മാരെ ശിക്ഷിച്ച് കർത്താവ് നടത്തുന്ന അനുഗ്രഹീതമായിരിക്കുന്ന ഒരു കാര്യം നമുക്ക് പഴയ നിയമത്തിലുടനീളം കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പഴയ നിയമത്തിലെ ഒടുവിലത്തെ പ്രവാചകൻ മലാഖിയിലൂടെ ദൈവം ആ ജനത്തെ ഓർപ്പിക്കുകയാണ്. നിങ്ങൾ നാമാവിശേഷമായി പോകാതെ വണ്ണം, മുടിഞ്ഞു പോകാതെ വണ്ണം നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? പലപ്പോഴൊക്കെ അവർ ചിന്തിച്ചത് അവരുടെ മിടുക്കുകൊണ്ടാണ് എന്നാണ്. അവരുടെ ബുദ്ധി കൊണ്ടോ, അവരുടെ വൈഭവം കൊണ്ടോ, അവരുടെ ആഢ്യത്വം കൊണ്ടോ, അല്ലെങ്കിൽ അവരുടെ പാണ്ഡിത്യം കൊണ്ടോ എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. എല്ലാ കാലഘട്ടത്തിലും ഉള്ളതായിരിക്കുന്ന എല്ലാ വിശ്വാസികളും അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്. ഞാൻ ഇന്ന് നിൽക്കുന്നത് എൻ്റെ മിടുക്കുകൊണ്ടാണ്, എൻ്റെ കഴിവ് കൊണ്ടാണ്, എൻ്റെ സൂക്ഷ്മത കൊണ്ടാണ്. അതൊക്കെ അതിൽ കുറെ ശരിയായിരിക്കാം. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുന്ന സത്യം, യാക്കോബിൻ്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത് എന്താ കാര്യം? യഹോവയായ ഞാൻ മാറാത്ത ദൈവമാണ്. ഒരു മാസം 26 പിന്നിട്ട് കഴിഞ്ഞപ്പോൾ അങ്കിളും ഓർത്ത് പറഞ്ഞ കാര്യമാണ്, ദൈവം മാറ്റമില്ലാത്ത ദൈവമാണ്. ഓരോ ദിവസവും നാം തിരിച്ചറിയേണ്ടുന്ന, നാം ഗ്രഹിക്കേണ്ടുന്ന കാര്യമാണ്. എവിടെയൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എവിടെയൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്, എവിടെയൊക്കെ ജനം അധോഗതിയിലേക്ക് പോയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ദൈവത്തെ മറന്നതുകൊണ്ടാണ്. ദൈവത്തിൻ്റെ വലിപ്പം മറന്നതുകൊണ്ടാണ്, ദൈവത്തിൻ്റെ മഹത്വം മറന്നതുകൊണ്ടാണ്,
ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇനി ചെയ്യുവാൻ പോകുന്നതുമായ മഹാകാര്യങ്ങളെക്കുറിച്ച് വിസ്മരിക്കുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങൾ ഏതാണ്ടൊക്കെയാണ് എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരല്ല കേട്ടോ, ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽ ഞാനും നിങ്ങളും ഒരു പ്രധാനപ്പെട്ട വിഷയമൊന്നുമല്ല. നാം ഒക്കെ മാറുന്നവരാണ് എന്ന് മറന്നു പോകരുത്. മരണത്താൽ മാറ്റപ്പെടുന്നവരാണ് നാം എല്ലാവരും. ഇന്നയോളം സഭാതലത്തിൽ നിന്ന് മാത്രമല്ല, ലോകത്തിൽ ഉന്നതന്മാരായിരിക്കുന്ന വലിയ വലിയ മനുഷ്യരുണ്ടായിട്ടുണ്ട്, ബുദ്ധിജീവികളുണ്ടായിട്ടുണ്ട്. അവരൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് അവർ ചിന്തിച്ച അവരുടെയൊക്കെ തലയിലെ ആ ബുദ്ധി കൊണ്ടും അവരുടെ വൈഭവം കൊണ്ടും അവരുടെ പ്രവൃത്തി കൊണ്ടൊക്കെയാണ് ഈ ഭൂമി തന്നെ നിലനിൽക്കുന്നതെന്നാണ് നമുക്കറിയാം. അങ്ങനെയുള്ളതായിരിക്കുന്ന വമ്പന്മാരും ഗമന്മാരും കൊമ്പന്മാരും ഒക്കെ പോയിട്ടും ലോകം ഒരു വ്യത്യാസവും കൂടാതെ മുന്നോട്ട് പോകുന്നു. ദൈവജനത്തിൻ്റെ ഇടയിൽ ദൈവം ഉപയോഗിക്കുന്നവർക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പക്ഷെ ആരും ഞെളിയണ്ട, ആരും അഹങ്കരിക്കേണ്ട. നമ്മുടെ കഴിവുകൊണ്ടല്ല നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത്. നാം വിശ്വസിക്കുന്ന, നാം അറിയുന്ന ദൈവം മാറാത്ത ദൈവമാണ്. യാക്കോബിൻ്റെ പുത്രന്മാരെ, നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയായ ഞാൻ മാറാത്തവനാണ്. പഴയ നിയമത്തിൽ യഹോവയായ ദൈവം അങ്ങനെ പറഞ്ഞെങ്കിൽ ഇന്ന് നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് ദൈവത്തിൻ്റെ വചനം എന്താ പറയുന്നത്? എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. മാറ്റമില്ലാത്ത ദൈവത്തെയാണ് നാം വിശ്വസിക്കുന്നത്, നാം അനുഗമിക്കുന്നത്. അവൻ്റെ മക്കളാണ് നാം, അവനെയാണ് നാം ആരാധിക്കുന്നത്. അതുകൊണ്ട് നാം ഭയപ്പെടുവാനായിട്ട് ആവശ്യമുണ്ട്. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു വിശ്വാസമാണ്. അതുകൊണ്ട് അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല എന്ന് നാം മറന്നു പോകരുത്. ദൈവത്തെ ഭയപ്പെടുവാൻ, ദൈവസഭയെ മാനിക്കുവാൻ, ദൈവസഭയിൽ അച്ചടക്കത്തോടുകൂടെ പെരുമാറുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ധാരാളമായിരിക്കുന്ന, വിശേഷമായിരിക്കുന്ന കൃപ നൽകട്ടെ എന്ന് ഞാൻ പറയുകയാണ്. മാലാഖിയുടെ പ്രവചനം എത്ര അധ്യായമുണ്ട്? 4 അധ്യായമുള്ള ഒരു കൊച്ചു പുസ്തകമാണ്. പഴയ നിയമത്തിലെ ഏറ്റവും ഒടുവിലത്തെ പുസ്തകവും വളരെ ശക്തിയുക്തം ആ ജനത്തോട് സംവാദിക്കുന്ന ദൈവിക അരുളപ്പാടുകളുടെ ഒരു ചെറു വിവരണവുമാണ്. ഇന്ന് സാധിക്കുമെങ്കിൽ ഇന്നോ ഈ ആഴ്ചയിലോ മാലാഖയുടെ പ്രവചനം 1-2 പ്രാവശ്യം നിങ്ങൾ വായിച്ചിരിക്കണം. ഇതിൽ നിന്ന് ചില ചിന്തകളാണ് ഇന്ന് പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. മാലാഖി എന്ന വാക്കിന് യഹോവയുടെ ദൂതൻ എന്നാണ് അർത്ഥം. യഹോവയിൽ നിന്ന് പ്രാപിച്ച്, ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ജനത്തോട് മുഖം നോക്കാതെ പറയുന്ന ശുശ്രൂഷയാണ് പ്രവാചകന്മാരുടെ. യഹോവയുടെ ദൂതനായി ഒടുവിൽ ശുശ്രൂഷ നിവർത്തിച്ചതായിരിക്കുന്ന മലാഖിക്കും ദൈവിക സന്ദേശം ഒരു വാക്കും മാറ്റിവെക്കാതെ ദൈവത്തിൽ നിന്ന് കേട്ടത് അതേ വിധം പറയുന്നതായിരിക്കുന്ന മനോഹരമായിരിക്കുന്ന കാഴ്ച ഈ പുസ്തകത്തിൽ ഉടനീളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 1-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് വരാം. ഈ 4 അധ്യായങ്ങളിൽ ഈ ജനം ദൈവത്തോട് ചോദിക്കുന്ന 7 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയും. ഈ 7 ചോദ്യങ്ങളും ദൈവം അവരെക്കുറിച്ചും അവരുടെ ദൈവത്തെക്കുറിച്ചും പറയുന്ന പ്രസ്താവനകളെ അധികരിച്ചുകൊണ്ടാണ്. 1-ാമത്തെ ചോദ്യത്തിലേക്ക്, ദൈവത്തിൻ്റെ അവരോടുള്ളതായിരിക്കുന്ന പ്രസ്താവനയിലേക്ക് നമുക്ക് വരാം. 1-ാം അധ്യായം 1-ാം വാക്യം. പ്രവാചകൻ മാലാഖി മുഖാന്തരം ഇസ്രായേലിനോടുള്ള യഹോവയുടെ അരുളപ്പാട്: ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ, നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുന്നു. ദൈവം
തൻ്റെ ജനത്തോട് പറയുവാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രഥമവും പ്രധാനവുമായ ഒരു പ്രസ്താവന എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. പഴയ നിയമത്തിൽ ഇസ്രായേലിനോട് മാത്രമല്ല, ഇന്ന് നമ്മോടും പറയുവാനായിട്ടുള്ളത് ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. എന്താ ദൈവം പറയുന്നത്? ഇസ്രായേലിനോട്, യാക്കോബിൻ്റെ മക്കളോട്, ഇസ്രായേലിനോട് എന്താ പറയുന്നത്? ദൈവം പറയുക, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ദൈവത്തെ ആരാധിച്ചിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ ആരാധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം എന്തായിരുന്നു? ദൈവത്തിൻ്റെ സ്നേഹമായിരുന്നു. ദൈവത്തിൻ്റെ സ്നേഹമാണ് തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി നൽകിയത്. ദൈവം നമ്മെ എങ്ങനെ സ്നേഹിച്ചു എന്ന് ചോദിച്ചാൽ അത് വിശദീകരിച്ച് തീർക്കുവാൻ ഒരു പുരുഷായുസ്സിന് സാധ്യമല്ല. തലമുറകളെ കൊണ്ട് വർണ്ണിച്ചിട്ടും തീരാതെ വണ്ണം ദൈവസ്നേഹം അതിൻ്റെ ആഴവും അതിൻ്റെ നീളവും അതിൻ്റെ ഉയരവും അതിൻ്റെ പരപ്പും വിശാലമാണ്. ദൈവസ്നേഹത്തെക്കുറിച്ച് ഇന്ന് ദൈവത്തിൻ്റെ മക്കൾ അറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ചിന്ത ഇങ്ങനെ പറയാറുണ്ട്, നിത്യതയിൽ പോലും, ഈ ജീവിതത്തിലല്ല, നിത്യതയിൽ പോലും ദൈവസ്നേഹത്തെ നാം അറിഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് പറഞ്ഞാൽ ദൈവസ്നേഹത്തിൻ്റെ മഹത്വം, അതിൻ്റെ വലിപ്പം എത്രയും അവർണ്ണനീയമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം മനുഷ്യനോട് പറയുന്ന കാര്യം ഈ കാര്യം തന്നെയാണ്. അതാണ് ബൈബിളിൻ്റെ പൊതു സന്ദേശം. ദൈവം ലോകത്തെ സ്നേഹിക്കുന്നു. ദൈവം ലോകത്തെ സ്നേഹിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? യോഹന്നാൻ 3:16 എന്താ? തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അത്രയ്ക്ക് സ്നേഹിച്ചു. അപ്പൊ ലോകത്തെ ഒന്നടങ്കം ദൈവം സ്നേഹിക്കുന്നത് ലോകം നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഒരു പടി കൂടെ കടന്ന് നാം ചിന്തിക്കുമ്പോൾ ആ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് ദൈവസ്നേഹത്തിന് പാത്രങ്ങളായി തീർന്ന നാം ഇന്ന് ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിച്ച് ദൈവശബ്ദം കേൾക്കുവാൻ കാതോർക്കുമ്പോൾ ഒന്നോർക്കുക, ദൈവത്തിന് നമ്മോടും പറയുവാനായിട്ടുള്ളത് എന്താണ്? ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മെ സ്നേഹിച്ചില്ലേ? ആ സ്നേഹം നാം അറിഞ്ഞില്ലേ? നാം രക്ഷിക്കപ്പെട്ടില്ലേ? നാം ദൈവത്തിന്റെ മക്കളായി തീർന്നില്ലേ? സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നാം ക്രിസ്തുയേശുവിൽ അനുഗ്രഹിക്കപ്പെട്ടില്ലേ? ഇനി എന്താ ദൈവസ്നേഹത്തിന് നമ്മിൽ കാര്യമായിട്ടുള്ളത്? ഇനിയും ദൈവം സ്നേഹിക്കുമോ? ഇനിയും സ്നേഹിക്കണമോ? ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം സ്നേഹിക്കുമെന്നാണ് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. അവൻ തനിക്കുള്ളവരെ സ്നേഹിക്കുന്നു. അവൻ ലോകത്തെ സ്നേഹിച്ചു, ലോകം രക്ഷിക്കപ്പെടുവാൻ വേണ്ടി. എന്നാൽ രക്ഷിക്കപ്പെട്ടതായിരിക്കുന്ന തന്റെ ജനത്തെ അവൻ സ്നേഹിക്കുന്നു. എന്തിനു വേണ്ടി? അത് ദൈവത്തിന്റെ ഹൃദയത്തെ നാം അറിയേണ്ടതുണ്ട്. ദൈവത്തെ രുചിച്ചറിയുവാൻ വേണ്ടി, ദൈവീകമായിരിക്കുന്ന പദ്ധതികളെ കുറിച്ചുള്ളതായിരിക്കുന്ന അവബോധം നമുക്ക് ലഭിക്കേണ്ടതിന് വേണ്ടി, ദൈവത്തോളം നാം ഉയർന്നു വരേണ്ടതിന് വേണ്ടി, അവനോടൊപ്പം നിത്യതയിൽ നമ്മെ കൊണ്ടെത്തിച്ച് ദൈവത്തിന്റെ മഹത്വം മുഴുവനും നമ്മെ ഗ്രഹിപ്പിക്കേണ്ടതിന് വേണ്ടിയാണ് അവൻ ഇന്നും നമ്മെ സ്നേഹിക്കുന്നത്. ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളത് ഞാൻ പറയട്ടെ, ഇസ്രായേലിനോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ ജനം തിരിഞ്ഞു നിന്ന് ചോദിക്കുന്ന ചോദ്യം എന്താ ചോദിക്കുന്നത്? 2-ാം വാക്യത്തിൽ നാം വായിക്കും, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു, എന്നാൽ നിങ്ങൾ ഭയമാണത് വായിക്കാൻ നാം ഭയപ്പെടണം.
അവർ ചോദിക്കുക, നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുന്നു. നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നു? എൻ്റെ പ്രിയപ്പെട്ടവരെ, അവിടെ ഞാൻ വിസ്താര ഭയത്താൽ നിൽക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ജീവിതത്തിന്റെ നീറുന്ന പ്രശ്നങ്ങൾക്കിടയിൽ, ജീവിതത്തിന്റെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ, രോഗങ്ങളാകാം, മരണങ്ങളാകാം, വേർപാടാകാം, എന്തുമാകട്ടെ, അങ്ങനെയുള്ള നീറുന്ന പ്രശ്നത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട് വിശ്വാസി ചോദിക്കുക, ഇതാണോ ദൈവസ്നേഹം? നീ ഞങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അതെ, മനസ്സിലാകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറ്റം ചെയ്യുന്ന, തെറ്റ് ചെയ്യുന്ന ഒരു കുട്ടിയെ മാതാവോ പിതാവോ ശിക്ഷിക്കും, പക്ഷെ അയൽവക്കത്തുകാരൻ ശിക്ഷിക്കുകയില്ല. അതുകൊണ്ട് അയൽവക്കത്തെ ആ ആൻറ്റിയും അങ്കിളുമാണ് കുഞ്ഞുങ്ങൾക്ക് നല്ലത്. അവർ വഴക്കൊന്നും പറയാറില്ല, തല്ലാറില്ല. പക്ഷേ ചങ്കൂരുകിക്കൊണ്ട് മക്കളെ ശിക്ഷിക്കുന്ന മാതാപിതാക്കന്മാരുടെ സ്നേഹത്തെ ചോദ്യം ചെയ്യുന്ന ഒരു തലമുറയിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. എൻ്റെ കുഞ്ഞ് നന്നാവണമെന്ന് കരുതിയാ തല്ലിയത്, എൻ്റെ കുഞ്ഞ് നന്നാവണമെന്ന് കരുതിയാ വഴക്ക് പറഞ്ഞത്. പക്ഷേ ആ കുഞ്ഞിനത് തിരിഞ്ഞു വരണമെങ്കിൽ അവനും ഒരു അപ്പനോ അമ്മയോ ആയിത്തീരുമ്പോൾ മാത്രമേ അത് മനസ്സിലാകൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മാതാവിനൊപ്പം പിതാവിനൊപ്പം നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ, അത് നാം വിശ്വസിക്കുന്ന, നാം അനുഗമിക്കുന്ന, നാം ആരാധിക്കുന്ന, ആഘോഷിക്കുന്ന ദൈവമാണ്. അവൻ മാറാത്ത ദൈവമാണ്. നാം മാറിപ്പോകും. നാം വാക്കു പറഞ്ഞാൽ പാലിച്ചു എന്ന് വരികയില്ല. എന്നാൽ നമ്മുടെ കർത്താവ് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. അവൻ വാക്കുമാറാത്ത ദൈവമാണ്. നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ അത് നിവർത്തിക്കുമെന്നുള്ളത് ദൈവത്തിന്റെ വചനം തരുന്ന ഉറപ്പാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ജീവിതത്തിൽ നമ്മെ ദൈവം കടത്തിവിടുന്ന ഏത് അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഞാനും നിങ്ങളും തിരിച്ചറിയുവാൻ ശ്രമിക്കേണ്ട കാര്യം എന്താണെന്നറിയാമോ? ദൈവം എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാ. ജീവിതത്തിൽ എനിക്ക് നൽകിയ രോഗം ദൈവം സ്നേഹിക്കുന്നത് കൊണ്ടാ. അതൊരു പക്ഷെ പരീക്ഷയ്ക്കാകാം, അതൊരു പക്ഷെ ശിക്ഷയ്ക്കാകാം. അത് തിരിച്ചറിയേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ദൈവം നമുക്ക് അഭിവൃദ്ധി തരുന്നത്, ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് നിഗളിക്കരുത്. അപ്പോൾ ദൈവം നൽകുന്ന അനുകൂലവും പ്രതികൂലവുമായ കാര്യങ്ങളിലൂടെ നാം എന്നും തിരിച്ചറിയുവാൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയാമോ? എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഒരു ചെറിയ വീഴ്ച, ഒരു താഴ്ച, ഒരു മനസ്സിനൊരു വിഷമം വരുന്ന, ഒരു പ്രയാസം വരുന്ന ഒരു കാര്യം കുടുംബത്തിലോ സഭയിലോ ജീവിതത്തിലോ സംഭവിക്കുമ്പോൾ ദൈവത്തെ അവിശ്വസിക്കരുത്. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ എൻ്റെ ഈ ചുണ്ടും നാവും ഇങ്ങനെ കത്തിക്കരിയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് വെള്ളം കൂടുതൽ കുടിക്കേണ്ടി വരും. ദൈവത്തിന് നമ്മോട് പറയാനുള്ള സന്ദേശം അതാ. എന്താ പറയാനുള്ളത്? ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവം. സ്നേഹിക്കുന്ന ദൈവം എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്ത തന്നെ എപ്പോഴും കേക്കും മിഠായും ഒക്കെ തരുന്ന ദൈവം, എപ്പോഴും സന്തോഷം തരുന്ന ദൈവം, എപ്പോഴും അനുകൂലമായി പ്രതികരിക്കുന്ന ദൈവം, നമ്മൾ എന്തു ചോദിച്ചാലും തരുന്ന ദൈവം. അങ്ങനെയല്ല. നാം എന്ത് ചോദിച്ചാലും ദൈവത്തിന് നമ്മോട് ഇഷ്ടമുള്ളത് തരാൻ വേണ്ടി പ്രാർത്ഥിക്കും. നമ്മുടെ ആഗ്രഹം പറയാം, കർത്താവിൽ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, നിനക്ക് ഹിതമുണ്ടെങ്കിൽ. ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കഴിയാതെ പോകുമ്പോഴാണ് ജീവിതത്തിൽ പിറുപിറുപ്പും പരാതികളും പ്രതിസന്ധികളും കടന്നു വരുന്നത്. ഓർക്കുക, ദൈവം നമ്മെ സ്നേഹിക്കുന്ന ദൈവം. യഹോവയായ ദൈവം അത് പറയുകയാണ്, ആ ജനത്തോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ജനത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്
അവരെ ദൈവം വീണ്ടെടുത്തതാണ്. ദൈവം അവരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ശത്രുവിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ച് ഇവിടം വരെ കൊണ്ടുവന്നു. എത്രയോ കഷ്ടങ്ങളിലൂടെ പോയ ജനമാണ്. ഇനി വേണ്ട, അതെല്ലാം നമ്മൾ വിട്ടാലും ഒരു 40 വർഷം ഈ ജനത്തെ മരുഭൂമിയിൽ നടത്തിയ ദൈവമാണ്. ഒരിറ്റ് ആഹാരത്തിനുള്ളതായിരിക്കുന്ന സാധ്യതയില്ലാതെ, വസ്ത്രത്തിനുള്ള സാധ്യതയില്ലാതെ, ഒരു ചെരുപ്പിടുവാൻ പുതുത് വാങ്ങിക്കുവാൻ സാധ്യതയില്ലാതെ ഇട്ടിരുന്ന ചെരുപ്പ് 40 വർഷം തേയാതെ സൂക്ഷിച്ച ദൈവമാണവൻ. മരുഭൂമിയുടെ ചൂടേൽക്കാതെ പകൽ മുഴുവനും മേഘസ്തംഭം വിരിച്ച് ആ ജനത്തെ സൂക്ഷിച്ച ദൈവമാണവൻ. മാത്രമല്ല, രാത്രിയിൽ കൊടും തണുപ്പാണ്, അഗ്നിസ്തംഭം കൊണ്ട് ചൂടും വെളിച്ചവും നൽകി ഈ 40 വർഷവും പരിപാലിച്ച ദൈവം. അപ്പൊ ഒരു ചോദ്യം, എന്നിട്ടെന്തേ അവിടുന്ന് പോന്നവരിൽ 20 വയസ്സിന് മുകളിലുള്ള ഒരാളും കനാൻ ദേശം കണ്ടില്ല? അവർ ചൂടേറ്റ് മരിച്ചതല്ല, അവർക്ക് ആഹാരമില്ലാതെ മരിച്ചതല്ല, ആഹാരം അവർ തൊണ്ടയ്ക്കിരിക്കുമ്പോഴാണ് അവർ മരിച്ചത്. കാരണം ദൈവം മാറാത്തവനാണ്, അവൻ വിശ്വസ്തനാണ്. അവർ മരിച്ചെങ്കിൽ അവരുടെ കുറ്റം കൊണ്ടാണ്, അവരുടെ ദോഷം കൊണ്ടാണ്. യഹോവയായ ദൈവം മാറാത്ത ദൈവം, ആ ജനത്തെ സ്നേഹിക്കുന്നവനായ ദൈവമാണ്. യഹോവയായ ദൈവം, ഞാൻ മാറാത്തവൻ, യാക്കോബിന്റെ പുത്രന്മാരെ, അതുകൊണ്ട് നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു. ഇന്നലെ പരസ്യയോഗത്തിന് സംസാരിക്കുന്ന സമയത്ത് കർത്താവിന്റെ ദാസൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ജീവിതത്തിൽ ആസ്തിയും ജീവിതത്തിൽ വേണ്ടതെല്ലാം ഉണ്ട് എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് എന്താ സുവിശേഷത്തിന്റെ പ്രസക്തി, യേശുക്രിസ്തുവിന്റെ പ്രസക്തി? കാലിക പ്രസക്തിയുള്ളതായിരിക്കുന്ന ഒരു വിഷയത്തെ ആ സഹോദരൻ അവിടെ ഉദ്ധരിക്കുകയുണ്ടായി. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ജീവനൊടുക്കിയതായിരിക്കുന്ന, വളരെ ആസ്തി ഉണ്ടായിരുന്ന, വളരെ കഴിവുണ്ടായിരുന്ന, ഒരു നല്ല വ്യവസായിയായിരുന്ന മനുഷ്യൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു? അവൻ നേടിയ നേട്ടത്തിന്, അത് അത് ഭൗതികമാകട്ടെ, അവൻ്റെ ആരോഗ്യപരമാകട്ടെ, അവൻ്റെ സംബന്ധിച്ചാകട്ടെ, അവൻ്റെ വിദ്യാഭ്യാസം സംബന്ധിച്ചാകട്ടെ, നേട്ടങ്ങൾ കൊണ്ടാകട്ടെ, അതൊന്നും അവന് സമാധാനം നൽകിയില്ല. ദൈവത്തെ കൂടാതെയുള്ള അധ്വാനം വൃഥാവില്ല. ദൈവസ്നേഹത്തെ തിരിച്ചറിയാതെ പോയാൽ വിശ്വാസിയെ നിനക്കും അനർത്ഥം ഭവിക്കും. എൻ്റെ ദൈവത്തിൻ്റെ മഹത്വം ഞാൻ മറന്ന് ജീവിക്കേണ്ടതല്ല. യഹോവയായ ദൈവം, കർത്താവായ യേശുക്രിസ്തു പറയുന്ന ഒരേ ഒരു കാര്യം ഇന്ന് രാവിലെ നമ്മോട് ആവർത്തിച്ച് പറയുകയാണ്: ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. യഹോവയായ ദൈവം അവരെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ജനത്തിന് അത് എങ്ങനെയൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുമെന്നുള്ളത് അവരുടെ പൂർവ്വകാലത്ത് ദൈവം അവരോട് ഇടപെട്ട കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. ബോധമുള്ളവൻ അത് ചിന്തിച്ച് ദൈവസ്നേഹത്തെ അറിഞ്ഞ് ദൈവസ്നേഹത്തിന്റെ മുമ്പാകെ ദൈവത്തിന്റെ മുമ്പാകെ അവർ മുട്ടുമടങ്ങും. എന്നാൽ ഒരു പഴയ നിയമ ഭക്തനെ അപേക്ഷിച്ച് പുതിയ നിയമ കാലഘട്ടത്തിൽ ദൈവത്തെ അറിഞ്ഞ നമുക്ക്, ദൈവം നമ്മെ സ്നേഹിക്കുന്നു, യേശുക്രിസ്തു എന്നെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ വലിപ്പം എത്രയോ 10 മടങ്ങ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എങ്ങനെയാ ദൈവം നമ്മെ സ്നേഹിച്ചത്? കർത്താവ് പറഞ്ഞു, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും വലിയ സ്നേഹമില്ല. സ്നേഹത്തിന്റെ പരമാവധി സ്നേഹം ജീവനെ കൊടുത്ത് ഒരുവനെ രക്ഷിക്കുന്നതാണെങ്കിൽ, നമ്മുടെ കർത്താവായ യേശു എന്നെയും നിങ്ങളെയും സ്നേഹിച്ചു എന്ന് പറയുന്നത് തന്റെ ജീവനെ തന്നുകൊണ്ടായതുകൊണ്ട്
അത് എത്രയോ ഉന്നതമായിരിക്കുന്ന സ്നേഹമാണ് എന്ന് ഞാൻ പറയുവാൻ താല്പര്യപ്പെടുകയാണ്. ഇവിടെ നമ്മുടെ പരാതിക്ക് എന്തോ വിലയും, നമ്മുടെ പരിഭവങ്ങൾക്ക് എന്ത് അർത്ഥമുണ്ട് പ്രിയപ്പെട്ടവരെ? എൻ്റെ മാതാപിതാക്കന്മാരെ എനിക്ക് ജീവനെ തന്നില്ല, അവർ എനിക്ക് ജന്മം തരുവാൻ ദൈവം അവരെ ഉപയോഗിച്ചു എന്നല്ലാതെ ഒരു മാതാപിതാക്കന്മാർക്കും അങ്ങനെ സ്നേഹിക്കുവാൻ കഴിയുകയില്ല. ഒരു സഹോദരങ്ങൾക്കും അങ്ങനെ സ്നേഹിക്കാൻ കഴിയുകയില്ല. നമ്മെ ജീവൻ തന്ന് സ്നേഹിച്ചവൻ യേശു മാത്രം. അതുകൊണ്ട് കുടുംബത്തിലാകട്ടെ, സഭയിലാകട്ടെ, സമൂഹത്തിലാകട്ടെ, ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളത് അനുനിമിഷം നാം ഓർക്കണം. ആ സ്നേഹത്തിന്റെ പാത്രങ്ങളായി, അല്ലെങ്കിൽ ആ ദൈവസ്നേഹത്തെ പകർന്നു വച്ചിരിക്കുന്ന പാത്രങ്ങളാണ് കേട്ടോ നാം ഓരോരുത്തരും. ദൈവസ്നേഹം ഇന്ന് പകരപ്പെട്ടതായിരിക്കുന്ന ആ മനോഹര പാത്രങ്ങളാണെന്ന് ആണോ? അവൻ എന്നെ കല്യാണത്തിന് വിളിക്കാത്തതുകൊണ്ട് ഞാനും വിളിക്കൂല, എന്നെ വിളിച്ചാൽ ഞാൻ പോവില്ല. അവിടെ ദൈവസ്നേഹമല്ല, മനുഷ്യസ്നേഹമാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യുമെന്ന് പറയുന്ന കർത്താവിന്റെ മുമ്പാകെ ദൈവസ്നേഹം നിറഞ്ഞു കവിയുമ്പോൾ ശത്രുവിനെ സ്നേഹിക്കുവാൻ കഴിയും. ശത്രുവിനെ സ്നേഹിക്കാൻ കഴിയും. പിന്നെ വിശ്വാസി ശത്രുവിനെ സ്നേഹിക്കാൻ കഴിയുന്നു, പിന്നെ എന്തിനാ വിശ്വാസിയെ സ്നേഹിക്കുന്നത്? എന്നാ കുഴപ്പം? നിങ്ങൾ തമ്മിൽ സ്നേഹിച്ചുകൊണ്ട്, നിങ്ങൾ പരസ്പരം പകരുന്നതായിരിക്കുന്ന സ്നേഹം കൊണ്ട് ലോകം അറിയേണ്ട ഒരു അതിപ്രധാനമായ സന്ദേശമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 13:34. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നതിനാൽ എൻ്റെ ശിഷ്യന്മാരെന്ന് ലോകമറിയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എൻ്റെ സമയം തീർന്നു. ഞാൻ ഈ ഒരു ചോദ്യത്തിൽ നിന്ന് ഇന്ന് വിടവാങ്ങുകയും ദൈവം അനുവദിക്കുന്നത് പോലും 7 ചോദ്യവും പറയണം എന്നാണ് എൻ്റെ ആഗ്രഹം. ആ ജനം ദൈവത്തിൽ നിന്ന് എത്രയോ നന്മ അനുഭവിച്ചവരാണ്. വളരെ ഇരുണ്ട കാലഘട്ടത്തിലേക്ക് അവർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മാലാഖിയുടെ ശുശ്രൂഷയ്ക്ക് ശേഷം യോഹന്നാൻ സ്നാപകൻ വരെ ദീർഘമായ 400 വർഷങ്ങൾ ദൈവശബ്ദം കേൾപ്പാനില്ലാത്ത ഇരുണ്ട കാലഘട്ടത്തിലേക്ക് നീങ്ങുന്നതായിരിക്കുന്ന തലമുറയോട് അതിശക്തമായി പ്രവാചകൻ പറയുകയാണ്, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ഇതിന്റെ എഫക്റ്റ് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ പുതിയ നിയമത്തിന്റെ ആദ്യ വാക്യങ്ങളിലേക്ക് വരണം. ഈ പ്രവചനം അവസാനിപ്പിക്കുമ്പോൾ യേശു കർത്താവിന്റെ വരവിനെ കുറിച്ചും യേശു കർത്താവിന് മുന്നോടിയായി വരുന്ന യോഹന്നാൻ സ്നാപകനെ കുറിച്ചും തൻ്റെ ശുശ്രൂഷയെ കുറിച്ചുമുള്ളതായിരിക്കുന്ന അതിശക്തമായ പ്രവചനം നിങ്ങൾക്ക് വായിക്കുവാൻ കഴിയും. അതിനെ ഞാൻ പറഞ്ഞത്, വീട്ടിൽ ചെന്ന് ഇന്ന് എന്താ ചെയ്യേണ്ടേ? മലാക്കിയുടെ പ്രവചനം ഈ ആശയം വെച്ചിരുന്നു വായിക്കും. അപ്പോൾ ആ പ്രവചനം കേട്ടതായിരിക്കുന്ന ആ ജനം മിശിഹയുടെ വരവിന് വേണ്ടിയും മിശിഹയ്ക്ക് വേണ്ടി വഴി ഒരുക്കുവാനുള്ള യോഹന്നാൻ സ്നാപകന്റെ, അവിടെ യോഹന്നാൻ സ്നാപകൻ എന്നല്ല പറയുന്നത്, ഏലിയാവിനെ അയക്കുമെന്നാ പറയുന്നത്. ഏലിയാവിന്റെ ശക്തിയോടുകൂടെ വരുന്ന ആ പ്രവാചകവരിലും മികച്ചവനെ പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ഒത്തിരി ജനതയുണ്ടായിരുന്നു. അന്ധകാരമാണ്, ഒത്തിരി പാപാന്ധകാരം നടമാടിയെങ്കിലും മാലാഖി പ്രവാചകന്റെ പ്രവചനം കേട്ടതായിരിക്കുന്ന അങ്കുലി പരിമിതമായ ചില വ്യക്തികൾ ഈ കഴിഞ്ഞ 400 വർഷവും വരുവാനുള്ളവനെ നോക്കിക്കൊണ്ട് ജീവിച്ചു. അതുകൊണ്ട് ഒരു സെഖര്യാവ്, വിശ്വസ്തനായ നീതിമാനായ ഒരു സെഖര്യാവും എലിസബത്തും കുടുംബജീവിതം നയിച്ചത്. അതുകൊണ്ട് മറിയ എന്ന ഒരു കന്യയിൽ കർത്താവിന് മനുഷ്യ ദേഹം സ്വീകരിക്കുവാൻ ഇടയായി തീർന്നത് ഞാൻ പറയട്ടെ, മാലാഖിയുടെ ശബ്ദം അതിഗംഭീരമായിരുന്നു.
അത് ദൈവത്തിൻ്റെ ദൂതായിരുന്നു. ആ ശബ്ദം ഇന്ന് രാവിലെ നമ്മോട് പറയുന്നത് എന്താ? ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളത് ആവർത്തിച്ച് നമ്മുടെ മനോമുഖരത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ അലയടിക്കട്ടെ. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സന്ദേശത്തോട് പ്രതികരിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മറന്ന് നമ്മെ ജീവൻ തന്ന് സ്നേഹിച്ച ദൈവപുത്രനായ കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചു എന്നുള്ളത് ഓരോ ദിവസവും വിലയിരുത്തിക്കൊണ്ട് ഓരോ ദിവസവും അവനെ കർത്താവായി വേർതിരിക്കുവാൻ നമുക്ക് കഴിയണം. പത്രോസിന്റെ ഭാഷ്യത്തിൽ പറയുന്ന അങ്ങനെയാണ്, ഓരോ ദിവസവും യേശുവിനെ ക്രിസ്തുവായിട്ട് വേർതിരിക്കണം. അവന്റെ കർത്തൃത്വത്തിന് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവിനെ സ്നേഹിക്കുന്നതിന്റെ തെളിവാണ് അവനെ ആരാധിക്കുന്നത്. അവനെ ആരാധിക്കുക എന്ന് പറയുന്നത് എത്രയോ ഉന്നതമായ കാര്യമാണ്. ഞാൻ പിന്നീടുള്ളതായിരിക്കുന്ന സന്ദേശത്തിൽ ആ കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവിടെ നാം വായിക്കുന്ന ഒരു കാര്യം ഞാൻ ഉദ്ധരിക്കട്ടെ. അവർ ആരാധനയ്ക്കായി വരുമ്പോൾ യാഗപീഠത്തിന്റെ മുൻപിൽ അവർ കരയുകയാ, ഞരങ്ങുകയാ. അവർ അവിടെ നാം വായിക്കുന്ന ഒരു വാക്യം മാത്രം ഞാൻ വായിച്ചിട്ട് വേഗത്തിൽ അവസാനിപ്പിക്കാം. മലാക്കിയുടെ പ്രവചനത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. 2:13 നിങ്ങൾ അവന്റെ 2-ാം ഭാഗം, നിങ്ങൾ അവന്റെ യാഗപീഠത്തെ കണ്ണുനീർ കൊണ്ടും കരച്ചിൽ കൊണ്ടും ഞരക്കം കൊണ്ടും മൂടിക്കളയുന്നു. എന്തിനാ യാഗപീഠത്തിലേക്ക് വരുന്നത്? ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാ, ദൈവത്തിന് കൊടുക്കുവാൻ വേണ്ടിയാ. പക്ഷേ ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ വരുന്ന ജനം കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് ഞരങ്ങുകയാ, കേഴുകയാ, കെഞ്ചുകയാണ്, അപേക്ഷിക്കുകയാണ്. ഇന്നും അത് തന്നെയല്ലേ? ഇന്ന് ആരാധനയിൽ ദൈവത്തിന് കൊടുക്കുവാൻ വരുന്ന പലരും ഒന്നും മിണ്ടുന്നില്ലെന്ന് മാത്രമല്ല, മിണ്ടുന്നവർ പലരും കർത്താവെ സഹായിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണം, മക്കളെ അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞ് മനുഷ്യൻ യാഗപീഠത്തിൽ ആരാധനയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എന്താ ആരാധന? ആരാധന എന്ന് പറഞ്ഞ് ദൈവത്തിന് കൊടുക്കുന്നതാണ്. ആദരഫലം എന്ന സ്തുതി സ്തോത്രയാഗങ്ങൾ ദൈവത്തിന്റെ മുമ്പാകെ അർപ്പിക്കുന്നതാണ്. സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. അവനത്രേ നമ്മുടെ ദൈവം. അവൻ മാറാത്തവനാണ്. ഈ കർത്താവ് നമ്മുടെ ദൈവം. അവൻ നമ്മെ ജീവപര്യന്തവും വഴി നടത്തും.